ഇസ്രയേലിന് വഴങ്ങി വെടിനിർത്തൽ കരാറിനില്ലെന്ന് ഹമാസ്. ആക്രമണം നിർത്തുക, സൈന്യം പിൻവാങ്ങുക, പലസ്തീൻ തടവുകാരുടെ കൈമാറ്റം ഉറപ്പാക്കുക എന്നിങ്ങനെയുള്ള നിലപാടിൽ ഒരു മാറ്റവുമില്ലെന്ന് ഹമാസ് ആയുധ ഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ പറഞ്ഞു. യുദ്ധം 6ാം മാസത്തിലേക്ക് കടന്നിരിക്കെ പോരാട്ടം കൂടുതൽ ശക്തമായി തുടരുന്നതായും അൽ ഖസാം ബ്രിഗേഡ് വ്യക്തമാക്കി. അതേസമയം ഗാസയിൽ തുറമുഖമൊരുക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രഖ്യാപനം വെറും പ്രചാരണ തന്ത്രമാണെന്ന് വിമർശനമുയർന്നു. സപ്രസിൽ നിന്ന് നേരിട്ട് ഗാസ തീരത്തേക്ക് സഹായമെത്തിക്കാൻ കഴിയും വിധം ഗാസയിൽ തുറമുഖം സൃഷ്ടിക്കുമെന്നാണ് US കോൺഗ്രസിലെ വാർഷിക പ്രഭാഷണത്തിൽ ജോ ബൈഡന്റെ പ്രഖ്യാപനം. US സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും തുറമുഖം. UKയും യൂറോപ്യൻ യൂണിയനും അമേരിക്കയുടെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുകയും തുറമുഖവുമായി സഹകരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ബൈഡന്റെ പ്രഖ്യാപനം ഗാസയിലെ ദുരിതങ്ങൾ അവസാനിപ്പിക്കാനുള്ള ആത്മാർത്ഥ ശ്രമമല്ലെന്നാണ് പൊതുവിലയിരുത്തൽ. ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നതിൽ സ്വന്തം രാജ്യത്തും അന്താരാഷ്ട്ര രംഗത്തും വലിയ വിമർശനങ്ങൾ നേരിടുന്ന ബൈഡൻ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുള്ള തന്ത്രമൊരുക്കുകയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ഗാസയിൽ പട്ടിണി മരണങ്ങൾ കൂടുകയാണ്. ഇതൊഴിവാക്കാൻ റഫേലിലൂടെയും മറ്റും കരമാർഗത്തിലൂടെ തന്നെ അടിയന്തര സഹായം എത്തിക്കാൻ ഇസ്രയേലിനെ നിർബന്ധിക്കുകയാണ് വേണ്ടതെന്ന് UN ഏജൻസികൾ അറിയിച്ചു. വനിതാ ദിനത്തിൽ ഗാസയിലെ സ്ത്രീകളുടെ സ്ഥിതി അതീവ ഗുരുതരമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. 60,000 ഗർഭിണികളാണ് ഗാസയിൽ കൊടും പട്ടിണിയിൽ കഴിയുന്നത്. പോഷകാഹാരക്കുറവ് കാരണം ഗർഭിണികളുടെ ജീവൻ അപകടത്തിലാണെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. റംദാൻ വ്രതാരംഭത്തിന് മുൻപേ വെടിനിർത്തലുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ച കെയ്റോ ചർച്ച ഇസ്രയേൽ നിസ്സഹരിച്ചതോടെയാണ് പരാജയപ്പെട്ടത്. ഹമാസ് പ്രതിനിധി സംഘം കെയ്റോയിൽ നിന്ന് മടങ്ങി. ചർച്ച അടുത്തയാഴ്ച പുനരാരംഭിക്കുമെന്നാണ് സൂചന. CIA മേധാവി വില്യം ബേൺസ് കെയ്റോയിൽ നിന്ന് ദോഹയിലെത്തിയതായാണ് റിപ്പോർട്ട്. അതിനിടെ വൻ ശക്തി രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഗാസയിലേക്ക് സഹായമെത്തിക്കാനായി സജ്ജീകരിക്കുന്ന സമുദ്ര ഇടനാഴി പദ്ധതിയിൽ UAEയും പങ്കാളിയാകും. യൂറോപ്യൻ യൂണിയൻ, UK, US തുടങ്ങിയവയുടെ നേതൃത്വത്തിലാണ് ഗാസയിലേക്ക് നേരിട്ട് സഹായമെത്തിക്കാൻ സമുദ്ര ഇടനാഴി തുറക്കുന്നത്. പദ്ധതിയുടെ പരീക്ഷണാർത്ഥം വെള്ളിയാഴ്ച ഒരു സഹായക്കപ്പൽ പുറപ്പെട്ടതായി മുതിർന്ന യൂറോപ്യൻ യൂണിയൻ വക്താവ് സപ്രസിൽ നിന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. തടസ്സങ്ങളില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വിപുലമായ രീതിയിൽ സഹായക്കപ്പലുകൾ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൈപ്രസ് സമുദ്ര ഇടനാഴി എന്ന പേരിലാണ് കടൽ വഴി സഹായം എത്തിക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ വ്യോമമാർഗം ഈജിപ്തിലെത്തിച്ച് റഫ അതിർത്തി വഴി മാത്രമാണ് ഗാസയിലേക്ക് സഹായ വസ്തുക്കൾ എത്തിയിരുന്നത്. ഇതുവഴിയുള്ള പരിമിതമായ സഹായം അപര്യാപ്തമാണെന്ന സാഹചര്യം പരിഗണിച്ചാണ് UAE അടക്കമുള്ള രാജ്യങ്ങൾ പുതിയ വഴി തേടിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യോമമാർഗം എയർ ഡ്രോപ്പ് ചെയ്ത് UAE സഹായ വസ്തുക്കൾ എത്തിച്ചിരുന്നു. കൂടുതൽ സഹായം എത്തിക്കുന്നതിൽ ഇതിന് പരിമിതിയുള്ള സാഹചര്യത്തിലാണ് സമുദ്ര ഇടനാഴി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇസ്രയേൽ ആക്രമണത്തിന്റെ ദുരിതത്തിലായ ഗാസ നിവാസികൾക്ക് സഹായമെത്തിക്കാനായി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ച ഗാലൻ നൈറ്റ് 3 സംരംഭത്തിന്റെ ഭാഗമായി നിരവധി സംരംഭങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ ഗാസ മുനമ്പിൽ ആക്രമണത്തിൽ പരിക്കേറ്റ പലസ്തീനികളെ ചികിത്സിക്കുന്നതിനായി UAE ഗാസ മുനമ്പിൽ ഫീൽഡ് ആശുപത്രി നിർമ്മിച്ചിരുന്നു. 150 കിടക്കകളുള്ള ആശുപത്രിയിൽ ഇതുവരെ 35,000 രോഗികൾക്കാണ് ചികിത്സ ലഭ്യമാക്കിയത്. കൂടാതെ ഭക്ഷ്യവസ്തുക്കൾ, മരുന്ന്, ഷെൽട്ടറുകൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവ അടങ്ങിയ ടൺ കണക്കിന് സഹായവും UAE ഗാസയിലേക്ക് അയച്ചിരുന്നു. അതോടൊപ്പം ഗാസ പുനരുദ്ധാരണത്തിന് $50 ലക്ഷം പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം വെസ്റ്റ് ബാങ്കിൽ 3500 പുതിയ അനധികൃത നിർമ്മാണങ്ങൾ നടത്താനുള്ള ഇസ്രയേൽ നീക്കത്തെ അപലപിച്ച് കുവൈറ്റും രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.